ഇന്ന് വീക്കെൻഡാണ്. ഞാൻ രാവിലെ കുറച്ച് അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. സാധാരണ വീക്കെൻഡിൽ ഞാൻ എന്തെങ്കിലും നോൺ വെജ് ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ കുറച്ച് KFC അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഈ ആഴ്ച നോൺ വെജ് ഒന്നും വാങ്ങുന്നില്ല എന്നുള്ളത്. മീനുണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്, എന്നാൽ ചിക്കനോ ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഈ ആഴ്ച കഴിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാത്രിയിൽ തന്നെ ഞാൻ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് അരി ഉഴുന്നും വെള്ളത്തിൽ ഇട്ടതൊന്ന് അരച്ചു വെക്കുവാണ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നോൺ വെജ് ഒക്കെ ഉപയോഗിക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ പിന്നെ ആ ആഴ്ചയിൽ വെജിറ്റേറിയൻ ആക്കാറുണ്ട്. പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ കഴുകാനുണ്ടായിരുന്നു. വീക്കെൻഡിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തുണിയുള്ളത് കഴുകാൻ. പിന്നെ ഞാൻ വൈകുന്നേരം ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഇട്ട് വെച്ചു. ഇവിടെ എല്ലാവർക്കും ഏലക്ക ഇട്ട് ചായ ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പ പണിക്കാണെങ്കിൽ ചായപ്പത്തിയിലേക്ക് തന്നെ ഏലക്ക അങ്ങ് പൊടിച്ച് ചേർത്ത് വെക്കും. അതാകുമ്പോൾ എപ്പോഴും നമ്മൾ ഏലക്ക പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. രാവിലെ അരിച്ച മാവുണ്ടല്ലോ അടിപൊളിയായിട്ട് പൊങ്ങി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഊത്തപ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ 2 ചട്നി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ആദ്യമാണെങ്കിൽ തമിഴ്നാട് സ്റ്റൈലിൽ ഒരു കാര ചട്നിയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ടാണ് കോക്കനട്ട് ഓയിലിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ട് അതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 2 സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു തക്കാളിക്കയും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ തക്കാളിക്ക ഒന്ന് സോഫ്റ്റ് ആകുന്നതിനായിട്ട് അടച്ചു വെക്കണം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പകുതി അരച്ച് കഴിയുമ്പോൾ തന്നെ അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നന്നായിട്ട് അരച്ചെടുക്കാമേ. ഇനി ഇതിനെയാണെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണയുടെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്ന് വിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ ഒരു അരച്ചു വെച്ച മിക്സും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കാര ചട്നി റെഡിയാണ്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഒരാഴ്ചയോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി തേങ്ങാ ചട്നി റെഡിയാക്കി എടുക്കാം. ഞാൻ വെള്ള തേങ്ങാ ചട്നിയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് തേങ്ങ നല്ല മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ല ചുമക്ക വഴറ്റിയിട്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തേങ്ങാ ചട്നി എത്രത്തോളം ലൂസാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കോക്കനട്ട് ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള ചട്നികളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാം. ഊത്തപ്പം ഇന്ന് ഞാൻ ടൊമാറ്ററും ഉള്ളിയും വെച്ച് മാത്രം ഉള്ള ഊത്തപ്പമാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് സവാള ഇതുപോലെ പൊടി അരിഞ്ഞതും ടൊമാറ്റോ അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലയും അതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യും കൂടെ തൂക്കിയിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ മറ്റു സൈഡിലേക്ക് തിരിച്ചിട്ടിട്ട് റെഡിയാക്കി അതവിടെ അടിപൊളി ഊത്തപ്പം റെഡിയാണ്. എനിക്ക് ഊത്തപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ വെജ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ട് ആദ്യം ഓർഡർ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഊത്തപ്പം എന്ന് പറയുന്നത്. ഇന്ന് ഞങ്ങളുടെ അടിപൊളി ഡിന്നറായിരുന്നു. ഊത്തപ്പവും കാര ചട്നിയും പിന്നെ നമ്മുടെ കോക്കനട്ട് ചട്നിയൊക്കെ ആയിട്ട്.